ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് കനേഡിയൻ സാഹിത്യകാരനായ സിറിൽ ഡാബിദിൻ്റെ ദി റിംഗ് എന്ന കഥയാണ്. പ്രഗത്ഭനായ ഗൈല ഫ്ലെയറെ പോലെ മിനുസമേറിയ മൈതാന പ്രതലത്തിലൂടെ താൻ നിഷ്പ്രയാസം തെന്നിയിറങ്ങുന്നതോർത്തുകൊണ്ട് ജോർജ് അവിടെയിരിക്കുന്നു. കറുത്ത വർഗത്തിൽപ്പെട്ട ഒരാൾ ഇത്തരമൊരു പരിഷ്കൃത കളിയിൽ സമർത്ഥനാകുന്നതിനെപ്പറ്റി ആലോചിക്കും തോറും അയാളുടെ മനസ്സ് ചകിതവും പരിഭ്രാന്തവുമായി തുടങ്ങി. തന്നെപ്പോലെ ദ്വീപിൽ നിന്നും വന്ന് ഇവിടെ ചേക്കേറിയ ഒരാൾ തീർച്ചയായും തൻ്റെ വേരുകൾ ഉറപ്പിക്കാനെങ്കിലും ഈ കളി പഠിച്ചിരിക്കണം. ചെറുപ്പക്കാർ കട്ടിയായ മഞ്ഞ് പലകകളുടെ മാതിരിയുള്ള തറയിലൂടെ ജനിച്ച നാൾ മുതൽ ഇട്ട് ശീലമാക്കിയ പാദുകങ്ങളുള്ളതുപോലെ അനായാസമായി പാറി നടക്കുന്നത് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു എളുപ്പമുള്ള സംഗതിയായി തന്നെ തോന്നും. അത്ഭുതകരമായ ഒരു അഭ്യാസം തന്നെ. കാണും തോറും മുമ്പത്തേക്കാളും ഇപ്പോൾ ജോർജിന് ജാളിത തോന്നുന്നുണ്ട്, ഇതുവരെ അത് പഠിച്ചെടുക്കാൻ കഴിയാത്തതിൽ. കാനഡയിൽ താമസിക്കുന്ന മുതിർന്നൊരു മനുഷ്യന് ഇത്ര ചെറിയൊരു സംഗതി പരിചയിച്ചെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വളഞ്ഞും പുളഞ്ഞും സമർത്ഥമായി തെന്നി നീങ്ങുന്ന കാര്യം ഭാവനയിൽ കണ്ട് ജോർജ് വീണ്ടും ഒരു ശ്രമം നടത്താൻ തീരുമാനിക്കുന്നു. ഈ കുട്ടികളുടെ ഒപ്പം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കട്ടിയായി കിടക്കുന്ന മഞ്ഞിൻ പുറത്തുകൂടി നിരങ്ങുന്നതാലോചിച്ചപ്പോൾ അയാളുടെ മുഖത്ത് ഒരു ചെറു മന്ദഹാസം വിരിഞ്ഞു. ആ തിളക്കം കണ്ണുകളിലുമുണ്ടായിരുന്നു. പക്ഷേ സങ്കല്പിക്കുന്നത് പോലെ എളുപ്പമല്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ. മഞ്ഞിൻ പുറത്തുകൂടെ തെന്നി പറക്കാൻ ഒരു ശ്രമം കൂടി നടത്താൻ ഒരുമ്പിടുമ്പോൾ തന്നെ ഞരമ്പുകൾ മുറുകി ജോർജ് അസ്വസ്ഥനാകുന്നു. സ്കേറ്റ് ചെയ്യാനുള്ള പ്രത്യേക പാദവുങ്ങളുമിട്ട് ചുറ്റും നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ആസ്വാസ്ഥ്യം കൂടി വരുന്നു. കാലടികൾ വേദനിച്ചു തുടങ്ങുന്നു. ഉപ്പൂറ്റികൾ പൊള്ളുന്നത് പോലെ ഇച്ഛാശക്തി സമാഹരിച്ച് എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാകട്ടെ വീണ്ടും വീണുപോകുന്നു. തട്ടിപ്പിടഞ്ഞ് ഒന്നുകൂടി എഴുന്നേൽക്കുമ്പോഴേക്കും സ്വയം മഞ്ഞ തറയിലൂടെ തിരിഞ്ഞും മറിഞ്ഞും പായുന്ന കാഴ്ച മനസ്സിൽ നിന്ന് പോകുന്നില്ല. അരികിൽ പിടിപ്പിച്ചിട്ടുള്ള പലകകളിൽ നിന്ന് ഏതാനും അടികൾ നീങ്ങി മറ്റേ അറ്റത്തേക്ക് പോകുന്നത് ജോർജ് മനസ്സിൽ കണ്ടു. അവസാന ശ്വാസം വലിക്കുന്ന ഒരാളെപ്പോലെ വായു വലിച്ചെടുത്ത് മുഖമാകെ ചുവന്ന് അയാൾ അങ്ങനെ നിന്നു. ശബ്ദം താഴ്ത്തി ശാപവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പല്ല് ഞെരിച്ച് അയാൾ ഓർത്തു, ഈ കളി വല്ലാത്തൊരു വിഷമം പിടിച്ച കാര്യം തന്നെ. മറിഞ്ഞു വീഴാതിരിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ട് ശരിക്കും സമയമെടുത്ത് ജോർജ് നീങ്ങുന്നു. തലേ ദിവസം 2 തവണ വീണത് അയാൾക്ക് ഓർമ്മ വന്നു. ഒരു തവണ ശരിക്കും തലയടിച്ചു തന്നെ, ഏതാണ്ട് ബോധം കെട്ട നിലയിൽ. ഇത്തവണ അതുണ്ടാകാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് ഉറച്ച തീരുമാനത്തോടെ ഒരു കാൽ ആദ്യം വെച്ച് തറയുടെ കിടപ്പ് മനസ്സിലാക്കാൻ കാൽ പതുക്കെ അനക്കി നോക്കി ജോർജ് സാവധാനം നീങ്ങുന്നു. എല്ലാ കണ്ണുകളും അയാളുടെ പുറത്തു തന്നെയെന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നെങ്കിലും പരിഭ്രമമടക്കി താൻ എന്ന കാര്യം മറന്ന് അയാൾ നീങ്ങിത്തുടങ്ങുന്നു. സാവധാനം കളിയുടെ സുഖം അയാൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു. തറ ഇപ്പോഴും വഴുക്കലുള്ളത് തന്നെ. എന്നിട്ടും അയാൾ മുന്നേറുകയാണ്, പല്ല് കടിച്ചുകൊണ്ട്. ബോയ്സി രാവിലെ 1 മണിക്ക് തന്നെ കാണാൻ വരുന്നുണ്ടെന്ന വിചാരം അപ്പോഴും അയാളുടെ മനസ്സിലുണ്ട്. തങ്ങൾ ഇപ്പോഴും ദ്വീപിൽ തന്നെയാണെന്നുള്ള രീതിയിൽ അസമയങ്ങളിൽ വന്ന് കഥകൾ മുട്ടാൻ അയാൾക്ക് ലജ്ജ തോന്നേണ്ടതാണ്. നേരത്തെ ഒന്ന് വിവരം ഫോണിൽ വിളിച്ച് പറയാൻ പോലും അയാൾ മിനക്കെട്ടില്ല. മിക്ക ദ്വീപുകാരും ഗയാനയിൽ നിന്ന് വന്നവരും ഇങ്ങനെ ചുമതലാബോധമില്ലാതെ പെരുമാറുന്നത് സാധാരണ പതിവാണ്.
അവർക്ക് സംസ്കാരം എന്താണെന്നറിയാത്തതുപോലെ. കൂടുതൽ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ജോർജ് പതുക്കെ ഞെരങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ സ്കേറ്റിംഗ് എളുപ്പമായ ഒരു സംഗതി തന്നെ. അയാൾ സ്വയം പുഞ്ചിരിക്കുന്നു. മുന്നിലായി കാണാവുന്ന 1/2 ഡസനിലധികം കുട്ടികളുടെ നേർക്ക് അദ്ദേഹം നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും സശ്രദ്ധം വീക്ഷിച്ചു നിൽക്കുകയാണ് അവർ. എന്തൊരു കഷ്ടം! ഒരു നിമിഷം അവരിലൊരാളായിരുന്നെങ്കിലെന്ന് ജോർജ് ആലോചിക്കുന്നു. ഈ തണുത്ത കാനഡയിൽ കൊടും മഞ്ഞിൽ ജനിച്ചു വളർന്ന ഒരാൾ. തന്നെ അവശനാക്കുന്ന അത്രയും ഈ തണുപ്പ് അവരെ ബാധിക്കുന്നുണ്ടോ? നിശ്ചയമില്ല. ജോർജ് സൂക്ഷിച്ച് അടുത്തടി വയ്ക്കുമ്പോൾ ഓർക്കുന്നു, അതെ, അവരെ ഒന്ന് കാണിക്കാൻ തന്നെയാണ് തൻ്റെ ഈ യജ്ഞം. തനിക്കും സ്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ, ഈ സിദ്ധി ഒന്ന് സ്വായത്തമാക്കാൻ. താനും ഒരു തികഞ്ഞ കനേഡിയനാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ പാദുകങ്ങൾക്ക് അനുനിമിഷം ഭാരമേറി വരുന്നു. കാലുകൾ ഇരുമ്പ് ദണ്ടുകൾക്കുള്ളിലെന്ന പോലെ കഠിനമാകുന്നു. പിന്നെയും അയാൾ ആ കുട്ടികളെ നോക്കുന്നു. കടക്കണ്ണിലൂടെ അവർ ചിരിച്ചു നിൽക്കുന്നു. ഒരാൾ അയാളെ ചൂണ്ടി എന്തോ പറയുന്നുമുണ്ട്. ഒരുപക്ഷെ അവർ തനിക്ക് ആവേശം പകരുകയാകാം. ഉപ്പൂറ്റികൾ തീ പോലെ കടയുന്നുണ്ടെങ്കിലും അടുത്ത നീക്കം നടത്തിയേ തീരൂ. എൻ്റെ ദൈവമേ! ഒരു കാൽ മുന്നോട്ട്. വളരുന്ന താല്പര്യത്തോടെ കുട്ടികൾ ജോർജിനെ നോക്കുന്നുണ്ട്. ഒരു നിമിഷം താൻ സങ്കല്പത്തിൽ കണ്ടിരിക്കുന്നത് പോലെ പാദുകങ്ങൾ പ്രശ്നമല്ലാതാകുന്നു. ധൈര്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് ഒരടി കൂടി മുന്നോട്ട്. രസം കയറിയ മട്ടിൽ കുട്ടികൾ ബോർഡുകളുടെ അടുത്തേക്ക് നീങ്ങുന്നു. ഇപ്പോൾ അവർ തൻ്റെ കാഴ്ചവട്ടത്തിലാണ്. മുന്നോട്ട് കുനിഞ്ഞ് ആപ്പിൾ കവിളുകളും നനുത്ത മുടിയുമുള്ള സുന്ദരന്മാർ നിൽക്കുന്നു. എല്ലാവരും ചിരിക്കുന്ന മുഖവുമായി ജോർജിനെ നോക്കുമ്പോൾ ഒരു വല്ലായ്മ. പൊടുന്നനെ ജോർജിന് ഒരു ഭീതി തോന്നുന്നു. നീങ്ങാൻ നോക്കരുത്, എന്തോ സംഭവിക്കാൻ പോവുകയാണ്. താൻ ഭയപ്പെടുന്നതെന്തോ. തൻ്റെ കാലുകൾ വിപരീത കോണുകളിലേക്ക് അവയുടെ സ്വന്തം നിശ്ചയത്തിൽ നീങ്ങുന്നതുപോലെ. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. അത് വേഗത്തിലാകുന്നു. അയാളെ ആകെ അലോസരപ്പെടുത്തിക്കൊണ്ട് ഒരു കുട്ടി പൊട്ടിച്ചിരിക്കുന്നു. മോശമാക്കപ്പെട്ടതിൻ്റെ ജാളിത ഒരു വെള്ളപ്പൊക്കം പോലെ അയാളിലേക്ക് പ്രവഹിക്കുന്നു. കഷ്ടിച്ച് 5 അടിയേയുള്ളൂ മറുവശത്തെ അതിരിലേക്ക്. അവിടെ എത്തിയേ പറ്റൂ എന്നയാൾക്കറിയാം. ഉപ്പൂറ്റിയും പാദങ്ങളും പൊള്ളിക്കടയുന്നെങ്കിലും 2 കൈകളും മുന്നോട്ട് നീക്കി അയാൾ നീങ്ങാൻ ഒരു ശ്രമം നടത്തുന്നു. എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടാൻ നോക്കുന്നു. വീണ്ടും കുട്ടികളെ നോക്കുന്നു. തൻ്റെ ജാളിത ഒരു ചിരി കൊണ്ട് അയാൾ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ വരുന്നു. തിളങ്ങുന്ന കണ്ണുകളും തുറന്ന ചിരിയുമായി. ആരും ഇനി തന്നെ തടുക്കാൻ പോകുന്നില്ല. ഇത് സാധിച്ചിട്ട് തന്നെ കാര്യം. രാത്രി 2 മണിക്കെത്തുന്ന ബോയ്സോ തന്നെ കളിയാക്കി ചിരിക്കുന്ന ഗർഭിണിയായ ഭാര്യ ഇടായോ ഒന്നും തന്നെ പിന്തിരിപ്പിക്കാൻ പോകുന്നില്ല. ഞരമ്പുകളിൽ ഐസില്ലാതെ ജനിക്കുന്ന ദ്വീപുകാർ ഒരിക്കലും ഈ സ്കേറ്റിംഗ് വശമാക്കാൻ പോകുന്നില്ല. ഇട പറയും. കഠിനമായ ദേഷ്യത്തോടെ അയാൾ അലറും, ഹേ സ്ത്രീ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? പക്ഷേ ഈസ ചിരിക്കുകയേയുള്ളൂ. ദ്വീപുകാരുടെ ഉറക്കെയുള്ള ആ ചിരി. ചിരിയുടെ മുഴക്കത്തിൽ ഈസ പറഞ്ഞു തീർക്കും, ജോർജ്, നിങ്ങൾ വ്യത്യസ്തനാണ്. ഞങ്ങളും. നമ്മൾ കടുത്ത ചൂടുള്ള ഒരു പ്രദേശത്ത് നിന്ന് വരുന്നവരാണ്. ഞാൻ പലതവണ മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഞരമ്പുകളിൽ ഐസുമായി ജനിച്ചവരല്ല. ദേഷ്യം നിയന്ത്രണാതീതമാകുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ജോർജ് ഉടൻ മറുപടി കൊടുത്തു. പക്ഷേ എനിക്ക് നിർത്തിയിട്ട് കുറ്റക്കാരിയാക്കുന്ന വിധത്തിൽ ചോദ്യരൂപത്തിൽ അവളെ നോക്കിയിട്ട് അയാൾ തുറന്നടിച്ച് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഈസ എപ്പോഴും അയാളെങ്ങനെ പ്രകോപിതനാക്കും. അതൊരു പതിവായിരിക്കുന്നു. താൻ പറയുന്നത് ഇപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നതേയില്ല എന്ന് ജോർജ് മനസ്സിലാക്കുന്നു. തൻ്റെ ഈ വികാരഭരിതവും കുറച്ചൊക്കെ അസ്പഷ്ടവുമായ പ്രതികരണത്തെപ്പറ്റി
അയാൾക്ക് ഒട്ടും മതിപ്പില്ല. ഒരു പക്ഷേ ഒരിക്കലും മാറ്റങ്ങൾക്കൊന്നും ശ്രമിക്കാതെ കാനഡയിൽ എത്തപ്പെട്ട ഒരു ദ്വീപുകാരിയായി കഴിയുന്നതിൽ ഇസായ്ക്ക് അതൃപ്തി ഒന്നുമില്ലായിരിക്കാം. പിന്നെ എന്തിന് ഇങ്ങോട്ട് പോന്നു? കുട്ടികൾ പിന്നെയും ചിരി തുടരുന്നു. 3-4 പേർ ബോർഡിൻ്റെ മുകളിലൂടെ മുന്നോട്ടാഞ്ഞ് ജോർജിൻ്റെ വളരെ അടുത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രകടനം തൻ്റെ, അതായത് ജോർജ് സ്റ്റാൻസ് ലൈസ് മെയ്സിൻ്റേതായ ഒന്ന് കാണാൻ എത്തിയിരിക്കുകയാണവർ. നിമിഷങ്ങൾ നീങ്ങുന്നു. മന്ത്രവിദ്യയിൽ എന്ന വണ്ണം ജോർജിന് സമനില വീണ്ടുകിട്ടുന്നു. തൻ്റെ പിടുത്തം വീണ്ടെടുത്ത് മറുവശത്തുള്ള ബോർഡുകളിൽ പിടിമുറുക്കി അവസാനം മറ്റേ അറ്റത്തെത്തി അയാൾ നിൽക്കുന്നു. കാനഡയിൽ എത്തിയിട്ടുള്ള മറ്റ് മറുനാട്ടുകാരിൽ നിന്നും വ്യത്യസ്തനായി അഭിമാനത്തോടെ അങ്ങനെ നിന്നു. തനിക്ക് പൂർണ്ണമായും കാനഡയോട് ഇണങ്ങിച്ചേരണം എന്ന ആഗ്രഹമാണ് അയാൾക്ക്. ഇവിടെ ജനിച്ചു വളർന്ന് കനേഡിയരെ പോലെ തന്നെ ഭംഗിയായി താനും അടുത്ത് തന്നെ സ്കേറ്റ് ചെയ്തു തുടങ്ങും എന്നതിൽ ഇനി സംശയമില്ല. വീണ്ടും ഒരു മന്ദഹാസത്തോടെ ജോർജ് തൻ്റെ വലതുകാൽ മുന്നോട്ട് നീട്ടി നീങ്ങാനുള്ള ഇച്ഛാശക്തി സംഭരിച്ചു. മനസ്സിൽ ആലോചന തുടർന്നു. എത്ര അപരിചിതമെങ്കിലും മറ്റൊരു രാജ്യത്ത് വേരുറപ്പിക്കണമെങ്കിൽ അവരുടെ രീതികളും അഭിരുചികളും അനുസരിച്ച് നീങ്ങിയാൽ തന്നെ മാത്രമേ മതിയാകൂ. ഇത് എപ്പോഴെങ്കിലും ഇസ മനസ്സിലാക്കിയാൽ നന്ന്. അതാ അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നു. അയാൾ താഴെ വീഴുന്നു. ഒരു ശബ്ദത്തോടെ. രോഷം കൊണ്ടവനെ പോലെ ജോർജ് വളയുകയും പുളയുകയും ചെയ്യുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കവേ അയാൾ പമ്പരം പോലെ കറങ്ങുന്നു. കൈക്കാലുകളാകട്ടെ പല ദിശയിലേക്ക് നീട്ടപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ തന്നെ കാണാതിരിക്കാനായി ജോർജ് എഴുന്നേൽക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നു. പക്ഷേ താമസിച്ചു പോയി എന്ന് അയാൾക്ക് മനസ്സിലായി. കുട്ടികൾ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. തന്നെ പരിഹസിച്ചല്ല അവർ ചിരിക്കുന്നതെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേർക്ക് നോക്കാൻ കൂട്ടാക്കാതെ ഇരുവശങ്ങളിലേക്കും ചെരിഞ്ഞും തിരിഞ്ഞും ഒരു ശ്രമം കൂടി അയാൾ നടത്തുന്നു. ഉപ്പൂറ്റിയിലെ കഠിന വേദന സഹിച്ച് എങ്ങനെയോ ജോർജ് എഴുന്നേൽക്കുന്നു. ഉടനെ തന്നെ തിരികെ വീഴുകയും ചെയ്യുന്നു. പിന്നെയും പൊങ്ങുന്നു. ഉന്തിയും ഏങ്ങിയും നീങ്ങാൻ ശ്രമിക്കുന്നു. രക്ഷയില്ലാതെ വീണ്ടും താഴെ. കുട്ടികളുടെ കൂട്ടച്ചിരി മുഴങ്ങുന്നു. ഇസയും ബോയ്സും, എന്തിന് കരീബിയൻ ദ്വീപ് മുഴുവനും അവരുടെ ഒപ്പം ചിരിക്കുന്നതുപോലെ. ജോർജിന് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഈറ പിടിച്ച് അവശനായി നിൽക്കെ താനിവിടെ ഇരുന്നിരുന്ന് ഇല്ലാതാവുകയാണെന്ന് അയാൾക്ക് തോന്നി. പതുക്കെ തിരിഞ്ഞ് ഒരു ചിരിയോടെ കുട്ടികളെ നോക്കി. തൻ്റെ അസ്വസ്ഥത ഒളിപ്പിക്കാൻ ജോർജ് ചിരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെയും കുറെ കുട്ടികൾ വരുന്നു. പുതിയതായി വരുന്നവർക്ക് മറ്റുള്ളവർ അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഈ ഏടാക്കൂടത്തിൽ വന്നുപെട്ടതിൻ്റെ വിഷമം മറച്ചുവെച്ച് ജോർജ് ഭംഗിയായി ചിരിച്ചഭിനയിക്കുന്നു. കുട്ടികൾ വശങ്ങളിലുള്ള പലകകളുടെ അടുത്തായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അയാൾ തങ്ങളുടെ വിനോദത്തിനു വേണ്ടി സ്വയം വിഡ്ഢിയായി അഭിനയിക്കുകയാണെന്ന് ഒരുപക്ഷെ കുട്ടികൾ ധരിച്ചു വശായിട്ടുണ്ട്. അയാളുടെ മുഖം ചുവക്കുന്നു. പലകകളിലേക്ക് മറിഞ്ഞ് ചില കുട്ടികൾ വളരെ അടുത്തെത്തി. ജോർജിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഒന്ന് എഴുന്നേൽക്കൂ സാർ, ഒരാൾ പറയുന്നു. മറ്റൊരാൾ കൂടെ ചേരുന്നു. അങ്ങനെ പതുക്കെ ഒന്ന് പൊങ്ങൂ. പക്ഷേ ജോർജ് അനങ്ങാതെ ഐസിൻ്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അത്രയേ അയാൾക്കിപ്പോൾ ചെയ്യാനാകൂ. വളിച്ച ചിരി അപ്പോഴും അയാളുടെ മുഖത്തുണ്ട്. ഈ വേഷം അണിയേണ്ടിയിരുന്നില്ല എന്ന വിചാരം അദ്ദേഹത്തിൻ്റെ കോപത്തെ വർദ്ധിപ്പിച്ചു. മൂകരോഷത്തിൽ അദ്ദേഹം പല്ലുകടിച്ചു. തൻ്റെ കാലുറകളുടെ അടിയിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നത് ജോർജ് അറിഞ്ഞു. ചുവന്ന് തുടുത്ത് ആപ്പിളിൻ്റെ നിറമുള്ള ആ കുട്ടികളുടെ മുഖങ്ങളിലേക്ക് ജോർജ് കടുത്ത വേദനയോടെ നോക്കി. അപ്പോഴാണ് കുട്ടികൾ തന്നെ സമാധാനിപ്പിക്കാനും ധൈര്യവും ഉത്സാഹവും പകരാനുമാണ് അടുത്തു വന്ന് നിൽക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. ആദ്യമായി ഐസിലിറങ്ങുന്ന ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വീഴ്ചകളൊന്നും ഒരു കാര്യമല്ലെന്ന് അവർ പറയുന്നതുപോലെ. ജോർജ് ഒന്നുകൂടി പിടിച്ചെഴുന്നേൽക്കാൻ നോക്കി. കുട്ടികൾ ചുറ്റും നിന്ന് ആവേശം പകർന്നു.
കൂടുതൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നതായി അയാൾക്ക് തോന്നി. പെട്ടെന്ന് ഇതൊരു കളിസ്ഥലമല്ലെന്നും വെറും ഐസ് കുന്ന് കൂടിക്കിടക്കുന്ന തറയാണെന്നും ജോർജിന് തോന്നി. എന്നിട്ടും അദ്ദേഹം നിശ്ചലനായിരുന്നു. ഒരു വിഭ്രമത്തിലെന്ന പോലെ ആ ദ്വീപുകാരുടെ അട്ടഹാസം പോലുള്ള ചിരിയുമായി ബോയ്സ് തന്നെ നോക്കുന്നതുപോലെ. അയാൾ പറയുന്നു, നിങ്ങളിത് എന്തൊരു വിഡ്ഢിയാണ്. സ്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. എന്തിന്? ഇത് നിങ്ങൾക്ക് പറ്റിയ കളിയല്ല എന്ന് നന്നായി അറിയാമല്ലോ ജോർജ്. ഇതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് ക്രിക്കറ്റ് പഠിക്കുന്നില്ല? ബോയ്സിൻ്റെ ചിരി ജോർജിൻ്റെ മനസ്സിലെ അഗാധ തലങ്ങളിൽ പ്രതിധ്വനിച്ചു. തലച്ചോറിലെ ഓരോ കോശങ്ങളിലും ആ ഇരമ്പൽ നുഴഞ്ഞു കയറി. ഇഡായും ചിരിക്കുന്നുണ്ട്. ഇഡായും ബോയ്സും ഒത്ത് ഒരു ഗൂഢാലോചനയുടെ രസത്തോടെ. മുഖം ചുളിച്ചുകൊണ്ട് വീണ്ടും പൊങ്ങുവാനുള്ള ശ്രമം അയാൾ നടത്തി. മുഴുവൻ ശക്തിയെടുത്തിട്ടും അയാൾ അവിടെ തന്നെ ഇരുന്നു, ആ കുട്ടികളെ നോക്കിക്കൊണ്ട്. കുട്ടികൾ അവരുടെ തണുപ്പ് കുപ്പായങ്ങളിലായിരുന്നു. ചുവപ്പും നീലയുമായ തൊപ്പികളും ഘനമുള്ള കയ്യുറകളുമായി. ഇദ്ദേഹം എന്തുകൊണ്ട് ചുമ്മാ അങ്ങ് എഴുന്നേൽക്കുന്നില്ല? അതിനിത്ര വിഷമമാണോ എന്നാകും കുട്ടികൾ ചിന്തിക്കുക എന്നതിൽ സംശയമില്ല. അതെ ജോർജ്, അത് പറ്റും. എഴുന്നേൽക്കൂ, ഒന്നുകൂടി. എവിടെയും അവരുടെ കൂട്ടച്ചിരി. കുട്ടികളുടെ ശിശുതുല്യമായ നിഷ്കളങ്ക മുഖങ്ങൾ കാണുകെ ജോർജ് ആലോചിച്ചു, ഇവർ എപ്പോഴെങ്കിലും തന്നെപ്പോലെ ഒരു മുതിർന്ന കറുത്ത വർഗക്കാരൻ സ്കേറ്റിംഗ് പഠിക്കുന്നത്, മലർന്നടിച്ച് വീഴുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടാകുമോ? ഹോ, എന്തൊരു പരിഹാസ്യമായ ചിത്രം. എന്നെ വെറുതെ വിടും. നിങ്ങൾ കടക്കൂ പുറത്ത്. എനിക്ക് തനിയെ ഇരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഉറക്കെ വിളിച്ചു കൂവണമെന്ന് അയാൾക്ക് തോന്നി. അതെ, അവർ സ്ഥലം വിടുക തന്നെ വേണം. അതിനു പകരം അയാൾ അവിടെ തന്നെ ഇരുന്നു. ഇനിയും എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ വീണ്ടും വീഴുമെന്ന അറിവോടെ. പക്ഷേ അവിടെ അങ്ങനെ അധിക നേരം ഇരിക്കാൻ പറ്റില്ലെന്ന് ജോർജിനും അറിയാമായിരുന്നു. പിന്നെയും കുട്ടികളും ചിലപ്പോൾ മുതിർന്നവരും വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും അങ്ങോട്ട് നോക്കുകയും തൻ്റെ അവസ്ഥ കണ്ട് പരിഹസിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഉറപ്പാണ്. പെട്ടെന്നുണ്ടായ ഒരാവേശത്തിൽ ബലം സംഭരിച്ച് ജോർജ് ഒന്നുകൂടി എഴുന്നേൽക്കാൻ നോക്കി. എന്നാൽ അനങ്ങാൻ പോലും കഴിയുന്നില്ല. എന്താണ് കാര്യം? ബോയ്സിൻ്റെ ശബ്ദം വീണ്ടും അയാളുടെ മനസ്സിൽ മുഴങ്ങിക്കേട്ടു. എടോ, ഇത് ക്രിക്കറ്റല്ല. വടി പോലെ എഴുന്നേറ്റ് നിന്ന് പന്ത് പച്ചപ്പിലൂടെ ഗാർഫി സോബേഴ്സിനെയോ ക്ലൈവ് ലോയിഡ്സിനെ പോലെ പായിച്ച് അത് 4 രേഖയും കടക്കുന്നു നോക്കുകയല്ല ഇവിടെ. ഇന്ന് അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന ഈ ജോർജ് ദ്വീപിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നുവെന്ന് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന 1 ഡസനിലധികം വരുന്ന കുട്ടികളോട് പറയണം എന്ന് അയാൾക്ക് തോന്നി. ഹോ, എന്തായിരുന്നു തനിക്ക് കിട്ടിയിരുന്ന കയ്യടി! ഇടിമുഴക്കം പോലെ കാതിൽ വന്നലയ്ക്കുന്ന മധുരനാദം. ഒരു ചെറു പുഞ്ചിരിയോടെ ജോർജ് ഗതകാല സ്മരണകളിൽ മുഴുകിയിരുന്നു. ആ കുട്ടികളിൽ തന്നെ കണ്ണു നട്ട്. മറ്റൊരു ഉഗ്രൻ ഷോട്ട്. 4. പിന്നെയും ചെവി തകർക്കുന്ന കയ്യടി. പൊടുന്നനെ കുട്ടികളിലൊരാൾ വന്ന് അയാളുടെ കൈകളിൽ പിടിച്ച് എഴുന്നേൽക്കാൻ സഹായിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി 3-4 പേർ വന്ന് കൂട്ടായി ഉത്സാഹിക്കുന്നു. നിമിഷങ്ങൾക്കകം 10-12 പേർ എത്തി ചുറ്റിലും നിന്ന് സഹായിക്കുവാൻ തുടങ്ങി. അവരുടെ സുന്ദര മുഖങ്ങളിൽ നോക്കി തനിക്ക് അവരുടെ സഹായം കൂടിയേ തീരുവെന്ന് മനസ്സിലാക്കി ജോർജ് ആശ്വാസനിശ്വാസത്തോടെ ഒരു അവസാന ശ്രമം നടത്തി. പാദുകങ്ങളടക്കം അയാൾ പൊങ്ങി എഴുന്നേൽക്കുന്നു. ഹാ, ജോർജ് പതുക്കെ തലയുടെ പുറകിൽ കൈവയ്ക്കുന്നു. സ്കേറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടായതാണ് ആ മുഴ. മറ്റൊരു വലിയ വീഴ്ചയുടെ ഗുണം. കുട്ടികളോട് നന്ദി പറഞ്ഞ് മൗനമായി ശാപവചനങ്ങൾ മൊഴിഞ്ഞ് അവർക്ക് മുഖം കൊടുക്കാതെ അയാൾ നിന്നു. ദുഷ്ടവിചാരമൊന്നുമില്ലെങ്കിലും കുട്ടികൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അയാളുടെ കാലുകൾ അകറ്റിവെച്ച് ഗർഭിണികളെപ്പോലുള്ള ആ നിൽപ്പ് അവർക്ക് രസകരമായി തോന്നിയിരിക്കണം. പക്ഷേ ജോർജിന് ഈറെയൊന്നും തോന്നിയില്ല. എഴുന്നേറ്റ് നിൽക്കാനായതിലുള്ള സന്തോഷമായിരുന്നു അയാൾക്ക്.
ഒരു ദിവസത്തേക്കുള്ളതായി എന്ന് ജോർജിന് തോന്നി. എന്നാലും നാളെയും താനെത്തും. ഒരുപക്ഷെ ഈ കുട്ടികളും ഇവിടെ ഉണ്ടായേക്കാം തന്നെ സഹായിക്കാൻ. അത്രയ്ക്കും താല്പര്യമാണ് അയാൾക്ക് സ്കേറ്റിംഗ്. ബോയ്സിൻ്റെയും ഇടയുടെയും താക്കീതുകളും പരിഹാസവും ഒന്നും അതിന് തടസ്സമല്ല. കുട്ടികളുടെ നേരം പോക്ക് കലർന്ന നോട്ടവും. ജോർജ് വീണ്ടും മനസ്സിൽ പ്രാകാൻ തുടങ്ങി. തൻ്റെ അപര്യാപ്തത ഓർത്ത്. കാനഡയിലെത്തുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി നീണ്ട വർഷങ്ങൾ സ്വന്തം ദേശാന്തര യാത്രയുടെ നിയമപത്രങ്ങൾ ശരിപ്പെടുത്താനായി അലഞ്ഞിരുന്ന കാലത്തേക്കാളും അക്ഷമനും അസ്വസ്ഥനുമാണ് ജോർജ് ഇന്ന്. തനിക്ക് അവിടെ നിർത്തേണ്ടി വന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അയാൾക്ക് പ്രയാസം കൂടും. കൃത്യമായ എഴുത്തുകളും അവയ്ക്കുള്ളിൽ അടക്കം ചെയ്ത $10 നോട്ടും അയാൾ അമ്മയ്ക്ക് അയച്ചിരുന്നു. മകൻ്റെ കത്തുവന്ന ആഹ്ലാദത്തോടെ തിടുക്കത്തിൽ കവർ തുറക്കുമ്പോൾ അവരുടെ കാൽക്കിലേക്ക് പതിക്കുന്ന പണവും ദൈവത്തിൻ്റെ കൃപയെന്ന് കരുതി അതിൽ സന്തോഷിക്കുന്ന അമ്മയുമൊക്കെ അയാൾ മനക്കണ്ണാൽ നുകർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചു നാളായി അയാൾ പണം അയക്കാറില്ല. അമ്മയ്ക്ക് ആ പണം കിട്ടാറില്ലെന്നറിഞ്ഞതുകൊണ്ട് ആർത്തി പൂണ്ട വാനരത്താനെ പോലുള്ള ഒരു പോസ്റ്റ്മാൻ ആ തുക അമക്കുകയായിരുന്നു. ഇടായെ വിവാഹം കഴിച്ച ശേഷമാണ് അമ്മയ്ക്ക് താൻ കത്തെഴുതാതായതെന്നും അയാൾ ഓർത്തു. ഇട തൻ്റെ കീശയിൽ തപ്പി അയാൾക്കുള്ള കത്തുകൾ വായിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു വിധത്തിൽ അയാളുടെ എഴുത്തിനെ വെട്ടിമിനുക്കാനും ചുരുക്കാനും അവൾ വളരെ താല്പര്യം കാണിച്ചിരുന്നു. ദ്വീപുമായി അയാൾക്ക് ഇനി ഒരു ബന്ധവും പാടില്ല എന്ന നിർബന്ധം അവൾക്ക് ഉണ്ടായിരുന്നോ എന്തോ. ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾക്കും നീണ്ട ചിന്തകൾക്ക് ശേഷം തൻ്റെ വഴിയെ പോകാൻ തന്നെ ജോർജ് തീരുമാനിച്ചു. ഇട ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ ഏതായാലും ശരിക്കും ഒരു കനേഡിയനാകും. ശരിക്കുള്ള കനേഡിയനെ പറ്റി വ്യക്തമായൊരു ധാരണ അയാൾക്കുണ്ടായിരുന്നില്ലെങ്കിലും തിരിച്ച് അവധിക്കാലങ്ങളിൽ ദ്വീപിലെത്തുമ്പോൾ കാഴ്ച മങ്ങിത്തുടങ്ങിയ അമ്മയുടെ കണ്ണുകൾക്ക് മുന്നിൽ $100 നോട്ടുകൾ പറപ്പിച്ച് കനേഡിയൻ ഉച്ചാരണ രീതിയിൽ അയാൾ അമ്മയോട് പറയും, താൻ ഇന്ന് പഴയ മുറിക്കാലുറയിട്ട് കരിമ്പ് കഷ്ണങ്ങൾ ചവച്ച് ചെരുപ്പുകൾ പോലുമില്ലാതെ ഇടവഴികൾ താണ്ടിയിരുന്ന ആളല്ലെന്ന്. അമ്മയുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു തിളക്കം പ്രത്യക്ഷപ്പെടും. തൻ്റെ നേട്ടങ്ങളും വിജയങ്ങളും അമ്മയോട് എണ്ണി എണ്ണി അയാൾ പറയും. താനൊരു കറുമ്പനാണെങ്കിലും താൻ ഇതൊക്കെ സാധിച്ചെടുക്കും. ആരാണ് പറഞ്ഞത് ഒരു ദ്വീപുകാരന് ഇതൊന്നും സാധ്യമല്ലെന്ന്? ഇപ്പോൾ ജോർജ് തുറന്നു ചിരിക്കുകയാണ്. പകലന്തിയോളം കോളറും ടൈയും ധരിച്ചു തന്നെയാകും താൻ നടക്കുക. കെട്ടിടം പണിക്കെത്തുന്ന നിരവധി ഇറ്റാലിയൻ വിദേശികളുടെ മാതിരി ഉള്ള ജോലിയായിരിക്കില്ല തൻ്റേത്. ഇറ്റാലിയൻ ജോലിക്കാർക്ക് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനാവില്ല, ഒരു വാക്കുപോലും. ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കേണ്ട ജോലിയാകും താൻ ചെയ്യുക. അതാണ് മനുഷ്യന് പറഞ്ഞിരിക്കുന്ന പണി. ദൈവമേ, ഒരു കറുത്ത വർഗക്കാരൻ ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത്ര സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇട അയാളെ വാതിക്കൽ വെച്ച് സ്വീകരിക്കുന്നു. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുച്ഛഭാവം. ജോർജ്, നിങ്ങളിന്ന് നേരത്തെയാണല്ലോ, അവൾ പറയുന്നു. ജോർജ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ ശ്രദ്ധിച്ചു നോക്കുന്നു. തന്നെ തൻ്റെ വഴിയിൽ നിന്ന് മാറ്റാൻ നോക്കിയ സ്ത്രീ. അതിലൊരു സംശയമില്ല. കാത്തിരുന്ന് കാണാൻ അവളോട് പറയാം. അവൾ ടെലിവിഷനിൽ കണ്ട് ആരാധിക്കുന്ന അനേകം മിടുക്കന്മാർക്കൊപ്പം അയാളും സ്കേറ്റ് ചെയ്യുന്നത് അവൾക്കും കാണാമെന്ന്. എന്നാൽ ഉടൻ തന്നെ തണുത്തുറഞ്ഞ പാകത്തിൽ ഐസ് തറയിലിരിക്കുന്ന തൻ്റെ രൂപവും അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു. അതോടെ അയാൾ അവളെ കടന്ന് സ്കേറ്റിങ്ങിൻ്റെ ചെരുപ്പുകൾ അകത്തു കൊണ്ടുവയ്ക്കാനായി പോയി. ഇട അയാളെ പിന്തുടർന്നു. ജോർജ് ആകട്ടെ അവളുടെ സാന്നിധ്യമറിഞ്ഞ് കോപിക്കാൻ തുടങ്ങുന്നു. എന്നാൽ സ്വയം നിയന്ത്രിക്കേണ്ടതാണെന്ന് അയാൾക്കറിയുകയും ചെയ്യാം. ഒരുപക്ഷെ ഗർഭിണിയായതിനു ശേഷമാകാം അവൾ ഇങ്ങനെയായത്. അയാൾ കുനിഞ്ഞ് സ്കേറ്റ്സ് അലമാരയ്ക്കുള്ളിൽ വയ്ക്കുന്നു. ഒരു നിമിഷം ആഗ്രഹത്തോടെ അയാൾ അവയെ നോക്കുന്നു. ഇപ്പോൾ അവ ക്രിക്കറ്റ് പാഡുകളെപ്പോലെ പരിചിതം. അയാൾ പുഞ്ചിരിക്കുന്നു. ഇടയുടെ സാന്നിധ്യം അയാളെ അലോസരപ്പെടുത്തി തുടങ്ങി.
അതോടെ സ്കേറ്റ്സ് ഒരു തരം വിഡ്ഢിച്ചെരുപ്പുകളാണെന്ന് അയാൾക്ക് തോന്നുന്നു. കാര്യമില്ലാതെ സ്വയം ശിക്ഷിക്കുന്നവരുടെ കാലുകളിൽ കാണുന്നവ. ഇട അടുത്തു തന്നെയുണ്ട്. തനിക്ക് നന്നായി അറിയാവുന്ന ആ പുച്ഛച്ചിരിയോടെ തന്നെ. അതോർക്കുമ്പോൾ അയാളുടെ മനസ്സിൽ കഠിനമായ ദേഷ്യം. എന്നിട്ടും അയാൾ സ്വയം നിയന്ത്രിക്കുന്നു. ഇട ഗർഭിണിയാണ്. അവളുടെ വയർ പൊന്തി നിൽക്കുന്നു. ജോർജ് സ്വയം മന്ത്രിക്കുന്നു. ഇട പിന്നെയും അയാൾ നേരത്തെ വന്നതെന്തെന്ന് ചോദിക്കുകയാണ്. പരിഹസിക്കുന്ന സ്വരം, അതിൻ്റെ മുന. അയാൾ മറ്റെന്തിനെങ്കിലും പറ്റി ആലോചിക്കാൻ ശ്രമിക്കുകയാണ്. ക്രിക്കറ്റ് പന്ത് ശക്തിയോടെ തട്ടുന്നതിനെക്കുറിച്ച്, അതിന് കിട്ടുന്ന നീണ്ട കയ്യടികളെക്കുറിച്ച്, പന്ത് അതിർത്തിയിലേക്ക് ഉരുണ്ടു പോകുന്നതുകൊണ്ട് ഹരം കയറുന്ന കാണികളെക്കുറിച്ച് ഒക്കെ. ഒരു ചിരിയോടെ അയാൾ ഇടയെ നോക്കുന്നു. പക്ഷേ ഇടയുടെ ചുണ്ടുകൾ കൂമ്പിയിരിക്കുന്നു. അവൾ ചോദിക്കുന്നു, ഇത് ശരിയാണോ ജോർജ്? നിങ്ങൾ ശരിക്കും സ്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് പെണ്ണേ എന്ന് ഉറക്കെ വിളിക്കണമെന്ന് അയാൾക്ക് തോന്നി. പകരം അയാൾ മന്ത്രിക്കുന്നതേയുള്ളൂ. കേൾക്കാനാവുന്നത്ര പതുക്കെ. നാണം പുരണ്ട ഒരു ശബ്ദം മാത്രം പുറത്തു വരുന്നു. താൻ എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് തന്നെ ഇപ്പോൾ രൂപമില്ല. പക്ഷേ ഇട വിടാൻ ഭാവമില്ല. പക്ഷേ ജോർജ്, നിങ്ങൾക്കൊരിക്കലും ഭംഗിയായി സ്കേറ്റ് ചെയ്യാനാകില്ല. വെള്ളക്കാരൻ്റെ കളി ഒരു കറുമ്പൻ ഒരിക്കലും വശത്താക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കുള്ള വിനോദമല്ല. ജോർജ് ദേഷ്യത്തോടെ അവളെ നേരിടുന്നു. സംസ്കാരമില്ലാത്തവരാണ് ഈ മുറവിളി കൂട്ടുന്നവരെ പോലെ ഭ്രാന്തെടുത്ത് പുലമ്പുന്നത് എന്നയാൾക്കറിയാം. തൻ്റെ തണുത്തുറഞ്ഞ സംസ്കാരമുള്ള നോട്ടത്തിലൂടെ അയാൾ അവളോട് പറയാൻ ശ്രമിക്കുകയാണ്. ഹേ സ്ത്രീയെ, എന്നെ വെറുതെ വിടൂ. ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വഴിക്ക് ചെയ്യട്ടെ. എന്നെ വിടൂ. ഇടാ, ഞാൻ പറയുകയാണ്, നീ ഒന്നു പോകൂ. പക്ഷേ ഇട പഴയ ചിരിയോടെ അയാളുടെ മുഖത്തു നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഈ കളിയിൽ സമർത്ഥനാകില്ല. നിങ്ങൾ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. ഈ രാജ്യത്ത് നിങ്ങൾ ഒന്നുമാകാൻ പോകുന്നില്ല. അവൾ ഉറക്കെ പറയുകയാണ്. അവളുടെ കണ്ണുകളിൽ ശരിക്കുള്ള വേദന അയാൾ കാണുന്നു. കുറച്ചു നേരത്തേക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ജോർജ് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. ഒരു വല്ലാത്ത ചിരി. ഒരു പക്ഷേ ഒരു സ്ത്രീയുടെ വാക്കാലുള്ള ആക്രമണം ഒതുക്കാൻ മറ്റൊരു മാർഗവും പുരുഷൻ്റെ കയ്യിലില്ല എന്ന അറിവ് കൊണ്ടാകാം. പ്രത്യേകിച്ചും ദ്വീപിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയുടെ. ചെറിയൊരു ജാളിതയോടെ അയാൾ ഇടയെ വീണ്ടും നോക്കുന്നു. ഭയവും അനുകമ്പയും കലർന്ന എന്തോ ഒന്ന് അവളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം. അയാൾ ആകെ സംഭ്രമത്തിലായി. ഒരിക്കലും അവളെ ഇങ്ങനെ കണ്ടിട്ടില്ല. ആകെ ഒരു ഗൗരവം. അതെ, താൻ വിവാഹം കഴിച്ച അതേ സുന്ദരിയുടെ മുഖം. പക്ഷേ ഇപ്പോൾ വികൃതം, കൂടെ ചിന്താഗ്രസ്തവും. അത്താഴം കഴിക്കുമ്പോഴെല്ലാം ജോർജ് ഇടായുടെ വാക്കുകൾ ഓർത്ത് അത്ഭുതപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ അവൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ, അയാൾക്കൊരു പരിഗണനയും അംഗീകാരവും ഒരിക്കലും ലഭിച്ചില്ലെങ്കിൽ, എത്ര കഠിന പ്രയത്നം ചെയ്താലെന്ത്, എത്ര സാഹസ പഠന പദ്ധതികളിൽ ചേർന്നാലെന്ത്, അതിനൊക്കെ സ്വയം മിടുക്കനാകാൻ ശ്രമിച്ചാലെന്ത്, തന്നെ ചെറുതാക്കുന്ന ഈ നാട്ടിലെ പലതരം ആളുകളെപ്പറ്റി അയാൾ ഓർത്തു. ഓഫീസുകളിലും കടകളിലും മറ്റ് പലയിടത്തും വെച്ച് കണ്ടുമുട്ടുന്നവർ എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തൊഴിലിൽ പ്രാഗൽഭ്യമുള്ളവർ. ഇത്തരം ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജോർജ് വീണ്ടും സ്കേറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അതൊരു പരിഹാര മാർഗമെന്ന നിലയിൽ. അനായാസമായി ആ മഞ്ഞ് തറയിലൂടെ ഒരു താളക്രമത്തിൽ ഒഴുകി നടക്കുന്നത് അയാൾ ഭാവനയിൽ കണ്ടു. ഇട അയാളെ തന്നെ നോക്കിയിരുന്നു. അയാൾ പതുക്കെ ആഹാരം വായിൽ വെച്ച് ചവയ്ക്കുന്നു. പിന്നീട് ഒരക്ഷരം മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അവളും മൗനമായിരിക്കുന്നു. ആ രാത്രി അവർക്കിടയിൽ നിന്ന നീണ്ട മൗനം സഹിക്കാനാകാത്ത മാതിരി ഇട തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ജോർജും ഉണർന്നു കിടക്കുകയായിരുന്നു, ജീവിതത്തെപ്പറ്റിയുള്ള ഗൗരവപൂർണമായ ചിന്തകളുമായി.
തൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അവ്യക്തമായിട്ടെങ്കിലും ദ്വീപിനെ വലയം ചെയ്തു. പിന്നെ സ്വന്തം അമ്മയുടെ രൂപം, തൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ചുളിഞ്ഞ നെറ്റിയും ജരബാധിച്ച കണ്ണുകളും, വേദന. ഇടയുടെ കണ്ണുനീർ കലർന്ന ശബ്ദം ചോദിക്കുന്നു, നിന്റെ മനസ്സിൽ എന്താണ് ജോർജ്? ഒന്നുമില്ല, അയാൾ കള്ളം പറയുന്നു. അവൾ മറുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നു, ഉറങ്ങാനാകാതെ. തൻ്റെ ശിശുവിനെ ഉദരത്തിൽ ചുമക്കുന്ന ദൃഢശരീരിയായ ഈ സ്ത്രീ 3 മാസം ഗർഭിണി. ആലോചനയിലാണ്ട് ജോർജ് തിരിഞ്ഞു കിടന്ന് ഇടയുടെ വയറ്റിൽ തലോടുന്നു. താൻ അവളിൽ ഉത്ഭവിപ്പിച്ച ആ ജീവനുള്ള കുഞ്ഞു ശരീരത്തെ സ്പർശിക്കാനെന്ന പോലെ ദിവ്യമായ ഒരത്ഭുതം. കുറച്ച് സമയത്തിന് ശേഷം ബോയ്സിൻ്റെ രൂപം അയാളുടെ മനസ്സിൽ തെളിയുന്നു. ചിരിച്ചുകൊണ്ട് ബോയ്സ് പറയുന്നു, ഹേ ജോർജ്, നിന്റെ ആദ്യ സന്താനം ഒരു പ്രതിഭാശാലിയായിരിക്കും. അവൻ എൻ്റെ മാനസപുത്രനുമാകും. അന്ന് ജോർജും ആ ചിരിയിൽ പങ്കുചേർന്നു. പാനീയത്തിൻ്റെ ലഹരി പകർന്ന കൂട്ടായ്മയിൽ 1 മാസമേ ആയിട്ടുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ജോർജ് തീരുമാനിക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ തലതൊട്ടപ്പനായി ഒരു ദ്വീപുകാരനും വേണ്ട. ചുമതലാബോധമുള്ള ഒരു കനേഡിയൻ തന്നെ ആവണമത്. വെള്ളക്കാരനായാലും സാരമില്ല. ഇട വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. കുറഞ്ഞൊരവശതയോടെ അവൾ ചോദിക്കുന്നു, ജോർജ്, നിങ്ങൾ നമ്മുടെ കുഞ്ഞിനെ പറ്റിയാണോ ആലോചിക്കുന്നത്? അയാൾ മറുപടി പറയുന്നില്ല. ഇരുട്ടിൽ അവളുടെ ഉരുണ്ടു തുടങ്ങിയ ശരീരം അയാൾ അറിയുന്നു. രാത്രിയുടേതായ യാഥാർത്ഥ്യം. അങ്ങനെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇളം ചുവപ്പ് നിറത്തിലുള്ള പാവാടയ്ക്കുള്ളിൽ അവളുടെ മിനുമിനുപ്പാർന്ന ശരീരം. അവളുടെ ഉണർന്നിരിക്കുന്ന ഹൃദയത്തിന് പുറത്ത് അയാൾ തൻ്റെ കൈവച്ചു. ഇപ്പോൾ തിടുക്കത്തിൽ മിടിക്കുന്ന ഈ ഹൃദയം. അയാൾക്ക് കേൾക്കാനാവുന്നത്ര വേഗത്തിൽ അത് മിടിക്കുമ്പോൾ അയാൾ വീണ്ടും ഭാവനാലോകത്തെത്തുന്നു. തനിക്ക് പിറക്കാൻ പോകുന്ന പുത്രി ശക്തിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ. തൻ്റെ മാതാപിതാക്കളുടെ അഭിമാനഭാജനമായി വളരുന്നവൾ. താൻ അവളെ സ്കേറ്റിങ്ങിന് കൊണ്ടുപോകുന്നു. താൻ കളിക്കുന്ന അതേ സ്ഥലത്ത് നല്ല ഇച്ഛാശക്തിയുടെ ഉടമയായി അവൾ പെട്ടെന്ന് തന്നെ സ്കേറ്റിംഗ് വശമാക്കുമെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ല. അയാൾ മന്ദഹസിക്കുന്നു. പക്ഷേ തൻ്റെ അന്നത്തെ വീഴ്ച ഓർക്കെ ആ ചിരി താനേമായിരുന്നു. ചുറ്റിനുമുള്ള കുട്ടികളുടെ പരിഹാസം കലർന്ന സഹായങ്ങൾ. എഴുന്നേൽക്കണം സാറേ, ഇതത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല. ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ ആ രംഗം വീണ്ടും തെളിയുന്നു. കുട്ടികൾ അയാളെ എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചുറ്റിനും നിൽക്കുന്നു. തണുത്ത തറയിൽ നിന്ന് എങ്ങനെയെങ്കിലും പൊങ്ങാൻ ആഗ്രഹിക്കുന്ന ജോർജ്. എഴുന്നേൽക്കണം സർ, ഇതെളുപ്പമാണ്, അയാൾ കേൾക്കുന്നു. ഇത്തവണ അത് തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ ശബ്ദത്തിലാണ്. ഇടായെപ്പോലെ കറുത്ത കുഞ്ഞ്. പക്ഷേ അത്ഭുതകരമായ വിധത്തിൽ തുടുത്ത മുഖത്തോടെ അവൾ അയാളെ മറ്റാരേക്കാളും കൂടുതൽ ഉത്സാഹിപ്പിക്കുന്നു. അയാൾ വിസ്മയവിവശനായി അവിടെ തന്നെ ഇരിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ മുതിർന്നവരുടെ ഒരു കൂട്ടം തൻ്റെ അരികിൽ നിൽക്കുന്നു, കൈയടിക്കാൻ തയ്യാറായി. ആ കറുത്ത കുഞ്ഞിൻ്റെ മാത്രം സഹായത്തോടെ ജോർജ് കുത്തി എഴുന്നേൽക്കുന്നു. പുതിയതായി തിരിച്ചറിഞ്ഞ ഒരു അഭിമാനത്തോടെ അയാൾ അങ്ങനെ നിൽക്കുന്നു. ആൾക്കൂട്ടത്തെ നോക്കി വന്നിക്കുന്നു. പിന്നീട് അയാൾ കളിസ്ഥലത്തേക്ക് നോക്കുന്നു. അയാളുടെ മകൾ അവിടെയുണ്ട്. ജന്മസിദ്ധമെന്ന് തോന്നുന്ന വഴക്കത്തോടെ അവൾ തനിയെ നീങ്ങുന്നു. അവളാണ് അവിടുത്തെ താരം. തിളങ്ങുന്ന ചിരിയുമായി ചെരിഞ്ഞും തിരിഞ്ഞും പൊങ്ങിച്ചാടിയും അവൾ അരങ്ങ് തകർക്കുകയാണ്. ആരോ പേര് പറഞ്ഞു വിളിച്ചതുപോലെ ജോർജിന് തോന്നി. പക്ഷേ തൻ്റെ സ്വപ്നലോകം ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും അയാൾക്കറിവില്ലായിരുന്നു. ഒരു വട്ടം കൂടി ഹരം നിറഞ്ഞ കൈയടി. പലകമറകളുടെ അരികെ ജോർജ് നിൽക്കുന്നുണ്ട്. താനും ഇടായും ചേർന്ന് ജന്മം നൽകിയ ഈ അത്ഭുത ബാലികയുടെ അനായാസ പ്രകടനം കണ്ടുകൊണ്ട് താനെ മറന്നു നിൽക്കുകയാണ് അയാൾ. ജോർജ്, നിങ്ങൾക്കിത് എന്തു പറ്റി? ഇടായുടെ ശബ്ദം. അവൾ വീണ്ടും അയാളുടെ വശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നു.
ബോയ്സ് വീണ്ടും അടുത്ത് തന്നെ നമ്മളെ കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ അയാളെ കൂടി സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. നിങ്ങൾ 2 ദ്വീപുകാർ. അവൾ ഇരുട്ടിൽ പകുതി ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്നു. പക്ഷേ അവളുടെ പതിഞ്ഞ സ്വരത്തിലുള്ള സംഭാഷണം നിർത്തുന്നില്ല. നിങ്ങൾ സ്കേറ്റിംഗ് ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ് അല്ലേ? അവൾ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ മുഴുവനും തിരിഞ്ഞ് ജോർജിൻ്റെ വിടർന്ന കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ജോർജിൻ്റെ അമർന്ന ചിരി അപ്പോഴും അവൾക്ക് കേൾക്കാമായിരുന്നു. ജോർജും ഗാഢചിന്തയിലാണ്ട് അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു, അതേടാ, ബോയ്സിനെ സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അയാൾ ആ തലതൊട്ടപ്പൻ അല്ലേ? സ്കേറ്റിംഗ് അയാൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹാ, നിന്റെ ഉദരത്തിലുള്ള ഈ കുഞ്ഞ് ഞങ്ങളെ 2 ആളെക്കാളും ഭംഗിയായി സ്കേറ്റ് ചെയ്യും. ജോർജ് അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇട മുഖം ചുളിച്ച് അയാളെ തന്നെ നോക്കിയിരുന്നു. അയാളുടെ മനസ്സെങ്ങോട്ടാണ്, എന്തിലാണ് നീങ്ങുന്നത് എന്നറിയാതെ. ഇട തൻ്റെ പൂർണ്ണമായി ഉണർന്നു കഴിഞ്ഞ കണ്ണുകൾ അയാളുടെ മുഖത്ത് തന്നെ ഉറപ്പിച്ച് സന്തോഷത്തോടെ ഇരുട്ടിൽ അവളുടെ സ്വകാര്യ ലോകത്ത് ജോർജിനോട് ഒന്നുകൂടി ഉരുമിയിരുന്നു. ജോർജിന് ലോകത്തിനു മുമ്പിൽ സ്വന്തം കഴിവ് കാട്ടി നേട്ടങ്ങൾ വരുന്ന തൻ്റെ കുഞ്ഞിനെ ഓർത്താലുള്ള സന്തോഷം അടക്കാനാവാതെ മനസ്സ് നിറഞ്ഞ് തുളുമ്പുകയായിരുന്നു അപ്പോൾ. ദി റിംഗ് എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.